മുക്തേ, ആന്റി ബാങ്കിലേക്ക് പോയെന്ന് വാച്ച്മാൻ പറഞ്ഞു. ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. നീ എന്താ കൈലാഷിന്റെ മുറിയിൽ ചെയ്യുന്നേ? ആന്റിയോട് കൈലാഷിന് സംഭവിച്ച തെറ്റിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ആന്റി ഒരു സ്ത്രീയല്ലേ. കൈലാഷിനെ കൊണ്ട് പാർവതിയെ കല്യാണം കഴിപ്പിച്ച് ആ തെറ്റ് തിരുത്താൻ തീരുമാനിച്ച ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. എനിക്ക് കാര്യം മനസ്സിലായി. കല്യാണം കഴിഞ്ഞ നിങ്ങൾ ഈ മുറിയിലാണ് ഒരുമിച്ച് താമസിക്കേണ്ടെന്ന് ചിന്തിച്ചപ്പോ ഒരു കൗതുകം തോന്നിക്കാണുമല്ലേ? നല്ല കാര്യം തന്നെയാ. നീ ഈ മുറിയിൽ സമയം ചെലവഴിച്ചാൽ മാത്രം പോരാ, കൈലാഷിന്റെ കൂടെയും സമയം ചെലവഴിക്കണം. എങ്ങനെയെങ്കിലും കല്യാണത്തിനെ കുറിച്ചുള്ള അവന്റെ തീരുമാനങ്ങൾ നീ മാറ്റണം. ഞാനതിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ആന്റി. ഇത്രയും കാലം നിന്നെ ഒരു കൂട്ടുകാരിയായി മാത്രം കണ്ട അവന് പെട്ടെന്നൊരു ജീവിത പങ്കാളിയായി നിന്നെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് കുറച്ച് സമയമെടുക്കും. നീയും അവൻ ഇഷ്ടമുള്ള പോലെ ഡ്രസ് ചെയ്യുന്നത് നല്ലതാ. ഇതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൈലാഷിന് പാർവതി പോലെ ട്രഡീഷണൽ ആയി ഡ്രസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. കൈലാഷിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ. നീ ഇവിടെ ഇരിക്കെ, ഞാൻ നിനക്കൊരു കോഫി എടുത്തിട്ട് വരാം. ഓക്കെ ആന്റി. വീഡിയോസ് ഹാർഡ് ഡിസ്കിലുണ്ടാവും, ലാപ്ടോപ്പിലുണ്ടാവും. താങ്ക് ഗോഡ്, കൈലാഷ് ലാപ്ടോപ്പ് ലോക്ക് ചെയ്തിട്ടില്ല. എന്താ പാറു വിഷമിച്ചിരിക്കുന്ന? പ്രിയ നിന്നോട് വഴക്കൂടിയോ? ഞാൻ ചെയ്യുന്നതിന് പ്രിയൻചേട്ടൻ എന്നെ തല്ലിയാലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം എന്നെ കൂടുതൽ സ്നേഹിക്കാ ചെയ്യുന്നത്. ആ സ്നേഹത്തിന് ഞാൻ അർഹയില്ലെന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് വിഷമം സഹിക്കാൻ പറ്റാതാകുന്നത്. പ്രിയൻചേട്ടൻ എന്നിൽ നിന്ന് അകന്നു പോകുന്ന നല്ലതെന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാ പാറു നീ പറയുന്നത്? സത്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വേദന ഒറ്റയ്ക്ക് അനുഭവിച്ച പോരെ? ഇതിപ്പോ പ്രിയൻചേട്ടനും അമ്മയും ദർശനയൊക്കെ ഞാൻ കാരണം വിഷമിക്കല്ലേ? എന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് ചെയ്തതിന് പ്രിയൻചേട്ടനെയും കുടുംബത്തിനെയും ഇത്ര ബുദ്ധിമുട്ടിക്കണം? എന്നെ വെറുത്തിട്ടാണെങ്കിലും അവര് സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാ മതി. ഇതിനാണോ നീ പ്രിയനോടും കുടുംബത്തോടും അകൽച്ച കാണിക്കുന്നത്? പ്രിയൻ ചേട്ടൻ അങ്ങനെയൊന്നും നിന്നിൽ നിന്ന് അകലൊന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ പാറു, അവന് നിന്നോടുള്ളത് ആത്മാർത്ഥമായ പ്രണയമാ. നീ വെറുതെ അവനെ പരീക്ഷിക്കരുത്. നീ പ്രിയൻ ചേട്ടന്റെ കൂടെ അമ്പലത്തിലേക്ക് പോകുന്നില്ലേ? പ്രിയൻചേട്ടൻ വിളിച്ചപ്പോ വരാൻ പറ്റില്ലെന്ന് പറയാൻ തോന്നിയില്ല. പക്ഷെ പ്രിയൻചേട്ടന്റെയും കുടുംബത്തിന്റെയും കൂടെ ഒന്നും നടക്കാത്ത പോലെ അമ്പലത്തിലേക്ക് പോകാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീ വരാൻ പറ്റില്ലെന്ന് പറയാത്തത് നന്നായി. പ്രിയൻ ഒരുപാട് വിഷമിച്ചേനെ. ഞാൻ പറയുവാണെങ്കിൽ നാളെ ഒരു ദിവസത്തേക്ക് അവരുടെ സന്തോഷത്തിനു വേണ്ടി അമ്പലത്തിലേക്ക് പോയി വരുന്നതിൽ തെറ്റില്ല. പക്ഷേ നാളെയല്ലേ കൈലാഷ് സാർ വീഡിയോ തരാന്ന് പറഞ്ഞത്? നിന്നെ ഈ അവസ്ഥയിലാക്കിയ ആളെ കണ്ടുപിടിക്കല്ലേ പ്രധാനം. അതിനിടയ്ക്ക് നീ പോയാ എങ്ങനെ ശരിയാവാ? മുക്ത എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കുമെന്നുള്ള പേടിയുണ്ട്. വീഡിയോ ഞാൻ വാങ്ങിയ പോരെ? അതിനുവേണ്ടി അമ്പലത്തിലേക്ക് പോകുന്നത് മുടക്കണ്ട. അതെ,
നീ അമ്പലത്തിലേക്ക് പോകുന്നത് തന്നെയാ നല്ലത്. അവര് നടത്തുന്ന പൂജ കാരണം നിനക്ക് എന്തെങ്കിലും നല്ലത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചൂടെ?